പട്ടികൾക്കെല്ലാം ഭക്ഷണമുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണമില്ലാത്തത്, കുടിക്കാൻ വെള്ളമില്ല. ഇപ്പം മോൻ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ വെള്ളം. അത് ഭക്ഷണം ഉണ്ട്, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീടെടുത്ത് പോകാനായിട്ട് സാഹചര്യം വന്നാൽ ഉണ്ടാക്കിയാൽ ഞങ്ങൾ പോകും, അവരെ വളർത്തും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്തിരിക്കും. ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഒത്തിരി ബുദ്ധിമുട്ടിക്കരുതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഒത്തിരി ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വീട്ടുടമയുടെ മകൻ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഇത് എങ്ങനെയാണ് നിങ്ങൾ നിയമപരമായിട്ടാണോ നടത്തുന്നത്? എന്താണ് സ്ഥലത്തൊന്നും അതിനുവേണ്ടി പ്രത്യേക ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോൾ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ലൈസൻസിന് ഇഞ്ചക്ഷൻ എടുക്കാറില്ല. വലിയ 42 പേരുടെ ലൈസൻസ് എടുത്തു. ആ ലൈസൻസ് എടുത്താലും ഇവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിനാ അത്രയും പൈസ മുടക്കി ലൈസൻസ്? അല്ല, ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് വളർത്തുന്നതാണ്. അതില് നിങ്ങൾ ആ നായ നോക്കുതോ, തിരിഞ്ഞു നോക്കുക. അത് നമ്മൾക്ക് ആദ്യം വന്നപ്പോൾ ആദ്യം ഇവർ പറഞ്ഞല്ലോ 1 ഏക്കർ വസ്തു എന്ന് പറഞ്ഞ് നമുക്ക് തന്നത്. ഒരു മെഷ് കെട്ടി അത്രയും തിരിച്ചാലും ആ പട്ടികളെ അവിടെ ഇടാം. ഇവരെ വഴക്ക് വരും, ശരിയാണ്. പക്ഷെ ഈ വീട്ടിനകത്ത് ഇട്ട തന്നെയാണ് പ്രശ്നം. അത് വേറെ രീതിയിലാക്കി മൊത്തം പ്രശ്നമാക്കിയതാണ്. ഇവർക്ക് ഇതിന്റെ ബന്ധുക്കൾക്ക് ആ വസ്തു വേണം, അതിന്റെ പ്രശ്നമാണിത്. അല്ല, ഞങ്ങളുമായിട്ടുള്ള വൈരാഗ്യമൊന്നും അല്ലത്. അതായത് ആശ്മി, വിജയകുമാർ, അവർക്ക് അവരുടെ ന്യായീകരണങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട. ലൈസൻസ് ഉണ്ടോ ചോദ്യത്തിന് നായ്ക്കൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെന്നാണ് മകൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളോട് പ്രതികരിച്ചത്.